അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC അവരുടെ ആദ്യ വിജയത്തിന് ശേഷം അതും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC എന്ന ആ ഒരു ക്ലബിനെ നേരിടുവാൻ വേണ്ടി അവരുടെ തട്ടകത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതെ, ഈ വരുന്ന 29-ാം തീയതി അഥവാ ഈ വരുന്ന ഞായറാഴ്ച രാത്രി 7 കൂടിയാണ് ഈ ഒരു മത്സരം നടക്കുവാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരം. ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCന് ആദ്യം തന്നെ എല്ലാവരും കേൾക്കുമ്പോൾ ഉള്ള അവരുടെ റിയാക്ഷൻ എന്നുള്ളത് അവർ എന്ത് ടീമാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത്തവണത്തെ അഥവാ ഈ ഒരു സീസണിലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC നമ്മൾ നല്ല രീതിയിൽ പേടിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ അവരുടെ പ്രകടനം നമ്മൾ എല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ ദിവസത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് FCക്കെതിരായുള്ള മത്സരവും നമ്മൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം മോഹൻ ബഗാൻ അതിൽ ആ ഒരു കള്ളക്കളി കളിച്ചതിലാണ് ജയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC തന്നെ തീർച്ചയായിട്ടും ജയിക്കും, അല്ലെങ്കിൽ സമനിലയിൽ കലാശിക്കുന്ന ഒരു മത്സരമായിരുന്നു. ഏതായാലും എനിവേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഈ ഒരു സീസണിൽ വളരെ ശക്തർ തന്നെയാണ്, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഈസ്റ്റ് ബംഗാൾ FCക്കെതിരായുള്ള മത്സരത്തിലെ മിക്കായൽ സ്റ്റേറെ ഇറക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പും കൂടാതെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയും കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ കുറിച്ചുള്ള കുറച്ചധികം കാര്യങ്ങളുമാണ്. അപ്പോൾ ഏതായാലും വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ ഈ ഒരു ചാനൽ 14K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിലവിൽ വെറും 100 സബ്സ്ക്രൈബേഴ്സിന്റെ കൂടി മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനലിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റും അനാലിസിസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെയും ഇത്രയും കാലം നടന്നിട്ടുള്ള മത്സരങ്ങളുടെ ഒരു കണക്കാണ്. ആദ്യം തന്നെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും 20 മത്സരങ്ങളിലാണ് ഇതുവരെ ആയിട്ടും കളിച്ചിട്ടുള്ളത് എന്നാണ്. ഇരു ടീമുകളും 20 മത്സരത്തിൽ കളിച്ചപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 8 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണെങ്കിൽ 5 മത്സരങ്ങളാണ് വിജയിച്ചിട്ടുള്ളത്. അതേസമയം 7 മത്സരങ്ങളിൽ സമനിലയിലുമാണ് അവസാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരങ്ങളിലെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC 22 ഗോളുകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ വലയിലേക്ക് അടിച്ചു കുലുക്കിയിട്ടുള്ളത്. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ കണക്കെടുക്കുകയാണെങ്കിൽ അവർ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് 15 ഗോളുകളും അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു ഹോം മത്സരമാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം, അതെ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഫാൻസിന്റെ സപ്പോർട്ട് തന്നെയാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ആരാധകരൊക്കെ പറയുന്നുണ്ടാവും അതൊന്നും കുഴപ്പമില്ല, എന്തായിട്ട് നോർത്ത് ഈസ്റ്റിന്റെ അവിടെ തട്ടകത്തിൽ പോയി നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ. പക്ഷെ കൊച്ചിയെ പോലെ ആവുമോ ബ്രോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ ആ ഒരു തട്ടവും? അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്കൊരു മനം കവരുന്ന കാഴ്ചയാണ് കൊച്ചിയിലൊക്കെ കാണാൻ സാധിക്കാറുള്ളത്. ഏതായാലും എനിവേ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുന്നത് ഒരു കാര്യമാണ്. ഇനി ഏതായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കെതിരായുള്ള മത്സരത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം. ഏതായാലും ഈ ഒരു മത്സരത്തിൽ നമ്മൾ 4-3-3 എന്ന ഫോർമേഷൻ തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗോൾ വല കാക്കുവാൻ വേണ്ടി സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിന് മുന്നിൽ സച്ചിൻ സുരേഷ് ആവും കീപ്പറായിട്ട് ഉണ്ടാവുക. ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മിലോസ് റിൻസിച്ച്, പ്രീതം കോട്ടാൽ, സന്ദീപ് സിംഗ്, ഐബൺ ഡോഗ്ലിംഗ് എന്നിവരും അണിനിരക്കും. സെന്റർ ഡിഫൻഡേഴ്സുകളായിക്കൊണ്ട് മിലോസ് റിൻസിച്ചും പ്രീതം കോട്ടാലും ഇറങ്ങുമ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് ഐബൺ ഡോഗ്ലിംഗും ഇറങ്ങാനാണ് സാധ്യത കാണുന്നുള്ളത്. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അലക്സാണ്ടർ കൊയ്ഫ്, വിപിൻ മോഹനൻ, മുഹമ്മദ് ഐമൻ എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് അലക്സാണ്ടർ കൊയ്ഫും വിപിൻ മോഹനനും പന്ത് തട്ടുമ്പോൾ അവർക്ക് തൊട്ട് മുന്നിലായിക്കൊണ്ട് ഐമനും പന്ത് തട്ടും. ഇനി ഫോർവേഡ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നോഹ സദോയും, റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മലയാളി താരമായ നിലവിൽ ഫോം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ KPയും കളിക്കുമ്പോൾ അവരോടൊപ്പം സ്ട്രൈക്കർ ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിംനിസും കളിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആഭാവം കാണാൻ സാധിക്കുക ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ലൂണയും ആ ഒരു ടീമിനോടൊപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ തട്ടകത്തിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ഏതായാലും അത് സത്യം തന്നെയാണ്. പക്ഷേ ഒന്ന് ഓർക്കുക, ലൂണ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കെതിരായുള്ള മത്സരത്തിൽ കളിക്കുമെന്ന് വ്യക്തത വരുത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകന്റെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും നാളെയാണ് മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് നടക്കുന്ന ആ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാവുക. ഏതായാലും അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകൻ മിക്കായൽ സ്റ്റേറെ ലൂണ നാളെ കളിക്കാൻ ഇറങ്ങും എന്ന് പറഞ്ഞാലും ആദ്യ പകുതിയിൽ ലൂണയെ നമുക്ക് ചിലപ്പോൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ഒരു പനിയൊക്കെ വിട്ടതിന് ശേഷം ആദ്യ 11-ൽ തന്നെ ലൂണയെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ലൂണയെ ആദ്യ 11-ൽ നമ്മൾ പരിഗണിക്കാതെ പോയതും.
ഏതായാലും ലൂണ നാളത്തെ മത്സരത്തിൽ അഥവാ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ ഇറങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒരു പോസിബിൾ ലൈനപ്പായി എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആ ഒരു പോസിബിൾ ലൈനപ്പും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഈ ചാനൽ 14K സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെറും 100 സബ്സ്ക്രൈബേഴ്സ് കൂടി മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അനാലിസിസ് വീഡിയോകളും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മികച്ച ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.